തിരുവനന്തപുരം RCCയിൽ വനിതാ ജീവനക്കാരുടെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് കെ ആറിനെതിരെ വനിതാ ജീവനക്കാർ പരാതി നൽകി. പെൻക്യാമറ വഴി ജീവനക്കാരുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തി സംഭവം ഒതുക്കി തീർക്കാൻ ആരോപണ വിധേയനെ ലാബിൽ നിന്ന് ക്യാഷ് കൗണ്ടറിലേക്ക് സ്ഥലം മാറ്റി. RCC ഡയറക്ടറുടെ നടപടി വിചിത്രമെന്നും ആക്ഷേപം നിലനിൽക്കുന്നു. വിവരങ്ങൾ നൽകാനായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, പറയുന്നത് പോലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു ആക്ഷേപം അല്ലെങ്കിൽ സംഭവം ഉണ്ടായ സാഹചര്യത്തിലാണ് ആരോപണ വിധേയനെ ലാബിൽ നിന്നും ക്യാഷ് കൗണ്ടറിലേക്ക് മാത്രം സ്ഥലം മാറ്റി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്, അല്ലേ രശ്മി? അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ. ഇവിടെ ലാബിലെ ഏതാണ്ട് 9ഓളം ജീവനക്കാർക്കാണ്, വനിതാ ജീവനക്കാർക്കാണ് ഇത്തരത്തിലൊരു സംഭവം നേരിടേണ്ടി വന്നത്. 3 മാസം മുൻപാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇവരുടെ വസ്ത്രം മാറുന്ന വിശ്രമ മുറിയിൽ പെൻ ക്യാമറ ഘടിപ്പിക്കുകയായിരുന്നു. ഇവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് ആണ് ഇത്തരത്തിൽ ഈ ക്യാമറ ഘടിപ്പിച്ചത്. ക്യാമറ ഘടിപ്പിച്ചതിന് ശേഷം ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഒപ്പം തന്നെ സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഇയാൾ ഈ പെൻഡ്രൈവിലാക്കുകയും ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചില ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ വനിതാ ജീവനക്കാർ RCC ഡയറക്ടർക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും ഈ പരാതി നൽകുന്നത്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ വിചിത്രമായ ഒരു നടപടി RCC ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ സീനിയർ ലാബ് ടെക്നീഷ്യനായിട്ടുള്ള രാജേഷിനെ ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റി എന്നുള്ളതാണ്. മറ്റൊരു നടപടിയും ഇയാൾക്കെതിരെ കൈക്കൊണ്ടില്ല. RCC ഡയറക്ടർ പൂർണ്ണമായ സംരക്ഷണമാണ് ഇയാൾക്ക് ഒരുക്കുന്നത് എന്നുള്ളത് പരാതിയിൽ പറയുന്നുണ്ട്. 3 മാസത്തോളം നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. നടപടി ഉണ്ടായില്ല. അതിനുശേഷവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. വാട്സപ്പുകളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനു ശേഷം താനാണ് ഒളിക്യാമറ വെച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഉദ്യോഗസ്ഥർക്ക് കൊടുത്തതെന്നും ഇയാൾ തന്നെ പറയുന്നു എന്നുള്ളതാണ് ഈ 9 വനിതാ ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നത്. ഇത് കൃത്യമായൊരു നടപടി, ഇവരെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് വനിതാ ജീവനക്കാർ പറയുന്നൊരു കാര്യം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പോലും വനിതകൾക്ക് സുരക്ഷിതത്വം ഇല്ലേ എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ചോദ്യം. ഏതായാലും ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. മാത്രമല്ല, തെളിവുകൾ സഹിതം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ആ പ്രതിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നടപടിയാണ് RCC ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അഞ്ജന. തിരുവനന്തപുരം RCCയിൽ വനിതാ ജീവനക്കാരുടെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് കെ ആറിനെതിരെയാണ് വനിതാ ജീവനക്കാർ പരാതി നൽകിയത്. പെൻ ക്യാമറ വഴി ജീവനക്കാരുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പ്രതി പകർത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.